പൈനാപ്പിൾ കൊണ്ട് നല്ല സ്വാദുള്ള ഹൽവ ഉണ്ടാക്കാം. ഹൽവയ്ക്ക് വേണ്ടി നല്ലോണം പഴുത്ത മധുരമുള്ള പൈനാപ്പിൾ കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. മിക്സിയിലേക്ക് കഷ്ണങ്ങൾ ഇടാം. വെള്ളം ഒട്ടും ചേർക്കാണ്ട് അരയ്ക്കാം. ഇപ്പോൾ 2 കപ്പ് ജ്യൂസ് ഉണ്ട്, 1/2 കപ്പ് കോൺഫ്ലോർ, 2 കപ്പ് വെള്ളം. ഈ ഹൽവയിലേക്ക് ആകെ 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതിൽ നിന്നാണ് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് കോൺഫ്ലോർ കലക്കണം. 1.5 കപ്പ് പഞ്ചസാര, അത് പാനിയാക്കാം. 2 കപ്പ് വെള്ളത്തിൽ കോൺഫ്ലോർ കലക്കാൻ 1/4 കപ്പ് എടുത്തതിന്റെ ബാക്കി വെള്ളമാണിത്. അതായത് 1.25 കപ്പ് വെള്ളം. തിളച്ചു, പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചിട്ട് 2 കപ്പ് പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് വെച്ചത് ഒഴിക്കാം. ഒന്നിളക്കിയിട്ട് ഇപ്പം തന്നെ കലക്കി വെച്ച് കോൺഫ്ലോറും കൂടി ചേർക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ മതി. കുറേശ്ശെ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. 2 തവണയായിട്ടാണ് നെയ്യ് ചേർക്കണേ. പാനിൽ നിന്ന് വിട്ട് വരും കുറച്ച് കഴിഞ്ഞ്. കൈവിടാണ്ട് ഇളക്കണം. 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിക്കാം. ഇപ്പോൾ ഗ്ലോസി ആയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. 20 മിനിറ്റ് വേണം ഏകദേശം. എല്ലാം ചേർന്നിട്ട് വെന്ത് കട്ടിയായി വരാൻ. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ടാവും. ആൽമണ്ട് കഷ്ണാക്കിയത് ചേർക്കാം. ഹൽവ സെറ്റാക്കാൻ വെക്കുന്ന പാത്രത്തിൽ ഇത്തിരി നെയ്യ് തടവി വെക്കണം. നേരത്തെ തന്നെ ചൂടോട് തന്നെ ഒഴിക്കണം ഈ മിക്സ്. തിളച്ച് തിക്കായിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കട്ടിയിലായിട്ടുണ്ട്. കുറച്ച് നട്ട്സ് നെയ്യ് പുരട്ടിയ പാത്രത്തിലും കൂടി വെതറിയിട്ട് ഈ മിക്സ് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കും. ഒന്നിളക്കി ഒരേ ലെവലിലാക്കാം. ഇനി 2 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. ഹൽവ സെറ്റായി. ഇത് പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ടിട്ട് മാറ്റാം. ഇനി മുറിച്ചെടുക്കാം. അങ്ങനെ സ്വാദുള്ള കെമിക്കലൊന്നുമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള പൈനാപ്പിൾ ഹൽവ റെഡിയായി കഴിഞ്ഞു.